പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 മാർച്ച് മാസം 24 തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. വിശ്വാസത്തിൽ വലിയ ദൈവപ്രവർത്തികൾ കണ്ടവർ. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. പിന്നെ യേശു ശതാധിപനോട്, പോവുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് വിശ്വാസത്തിൽ വലിയ അത്ഭുതങ്ങൾ കണ്ടവരെ കുറിച്ചാണ്. എന്നെ കേൾക്കുന്നവരെ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല എന്നുള്ളത് ഞാനും നിങ്ങളും തിരിച്ചറിയണം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഞങ്ങൾ കാഴ്ചയിലല്ല നടക്കുന്നത്, വിശ്വാസത്താൽ അത്രേ. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യാൻ പോകുന്നു എന്ന നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മൾ പറയാൻ തുടങ്ങണം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഞാൻ നിങ്ങൾ വായിച്ചു കേട്ട വാക്യം ശതാധിപനെ കുറിച്ചാണ്. ശതാധിപൻ 100 പേർക്ക് മുകളിൽ നിൽക്കുന്നവൻ. ഹല്ലേലൂയ. അവനും അധികാരത്തെക്കുറിച്ച് വലിയ അറിവുള്ളവൻ. അവൻ പറയുന്നു, എൻ്റെ ബാല്യക്കാരോട് ഞാൻ പറയുന്നത് അവർ പാലിക്കുകയാണ്, അല്ലെങ്കിൽ അവർ ചെയ്യുകയാണ്. ഞാൻ കണ്ടുമുട്ടിയ യേശു എല്ലാത്തിനകത്തും അധികാരമുള്ളവനാണെന്ന് തിരിച്ചറിയുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഇതാ ശതാധിപൻ പറയുന്ന പദങ്ങൾ നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഓർപ്പിക്കുന്നു. 8-ാം അധ്യായം. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഇതാ ശതാധിപൻ വിശ്വാസത്താൽ അത്ഭുതത്തെ കാണുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ശതാധിപൻ പറയുകയാണ്, അങ്ങൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. ശതാധിപൻ്റെ പുര ചെറുതായത് കൊണ്ടല്ല, ശതാധിപൻ്റെ വിശ്വാസം വലുതായതുകൊണ്ടാണ്. യേശുവിൻ്റെ വാക്കുകൾക്ക് വലിയ അധികാരമുണ്ടെന്ന് ഇതാ ശതാധിപൻ വെളിപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാതത്തിൽ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ വചനത്തിന്, എൻ്റെ കർത്താവിൻ്റെ ശബ്ദത്തിന് വലിയ അധികാരമുണ്ട്. നിങ്ങളുടെ അവസ്ഥകൾക്ക് ദൈവവചനത്തിന്, ദൈവശബ്ദത്തിന് മാറ്റം കൊണ്ടുവരാൻ കഴിയും. ശതാധിപനെ നോക്കി യേശു കർത്താവ് പറയുകയാണ്, നാം വായിച്ചു കേട്ട വാക്യം, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. എന്നെ കേൾക്കുന്നവർ ഈ പ്രഭാതത്തിൽ ഒന്ന് ഉറച്ചു പറയണം, എൻ്റെ വിശ്വാസം പോലെ എനിക്ക് ഭവിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആരെങ്കിലും ഭയപ്പെടുന്നവരോ ഭാരപ്പെടുന്നവരോ ഉണ്ടെങ്കിൽ ഇന്ന് കർത്താവിനെ ആടി ഉറച്ച് വിശ്വസിക്കണം. നിന്റെ വിശ്വാസമാണ് നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോകുന്നത്. 2-ാമത്തെ വ്യക്തിത്വം നാം നോക്കിയാൽ കനാന്യ സ്ത്രീയാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നുത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ആദ്യ ശതാധിപൻ പറയുകയാണ്, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതാ കാനാന്യ സ്ത്രീയോട് പറയാണ്, സ്ത്രീയെ, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. അവൾ ഏത് കാര്യത്തിനകത്താണോ ആഗ്രഹിച്ച്, അല്ലെങ്കിൽ അവളുടെ മകളുടെ വിടുതലിന് വേണ്ടിയാണ് അവൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. മകൾ ഭൂതോപദ്രവത്താൽ ഭാരപ്പെടുകയായിരുന്നു. എന്നാൽ
അവളുടെ ഇഷ്ടം സാധിപ്പിക്കുവാൻ അവളുടെ വിശ്വാസത്തിന് സാധിച്ചു. നിങ്ങൾ ഈ പ്രഭാതത്തിൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പറയാമോ? എൻ്റെ ഇഷ്ടങ്ങൾ ഇതാണ്, കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ കഴിയും. നിങ്ങളുടെ ഉയർന്ന തലത്തിലെ വിശ്വാസം വെളിപ്പെട്ടാൽ നിങ്ങളുടെ ഇഷ്ടങ്ങളെ ദൈവം ചെയ്തു തരും. നിൻ്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മൂന്നാമത്തെ വ്യക്തിത്വത്തിലേക്ക് നമ്മൾ വരികയാണ്. മൂന്നാമത്തെ വ്യക്തിത്വം മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞു. ഇവിടെ ഈ വാക്യം ശ്രദ്ധിക്കുമ്പോൾ ഒരു വലിയ ആഴം കാണാൻ കഴിയുന്നു. 12 വർഷമായി രക്തസ്രാവമുള്ളവൾ കർത്താവിൻ്റെ തൊങ്ങൽ തൊട്ടുകൊണ്ട് സൗഖ്യം പ്രാപിക്കുകയാണ്. അവൾ എന്താണോ പറഞ്ഞത് അവളുടെ ജീവിതത്തിനകത്ത് അത് സംഭവിക്കുകയാണ്. അവളുടെ സാഹചര്യത്തിനകത്ത് എല്ലാം അവസാനിച്ചു. വൈദ്യന്മാരെല്ലാം അവളെ കൈവിട്ടെങ്കിലും അവൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞു, ഞാൻ യേശുവിനെ തൊട്ടാൽ ഞാൻ രക്ഷ പ്രാപിക്കും. അവൾ ആ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. ആ തൊട്ട മാത്രയിൽ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടതായി കാണുന്നു. യേശു അവളോട് പറയുന്ന പദമാണ്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. എന്നെ കേൾക്കുന്നവരെ, വിശ്വാസം രക്ഷിക്കുന്നതാണ്. വിശ്വാസം ഈ പ്രഭാതം മുതൽ പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും കാണാത്ത ഡോറുകൾ ഓപ്പൺ ആകാൻ തുടങ്ങും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ തളർത്താൻ പോവുകയല്ല, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കുവാൻ പോവുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കർത്താവിൽ ആഴമായി വിശ്വസിക്കുന്നവർ പറഞ്ഞാട്ടെ. 1, വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഭവിക്കും. 2, ഇഷ്ടം വെളിപ്പെട്ടു വരും. 3, എന്നെ കേൾക്കുന്നവരെ, ഇതാ വിശ്വാസം നിന്നെ രക്ഷിക്കാൻ പോവുകയാണ്. 4-മത്തത് ഈ 36-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് യായിറോസിനോട് കൂടെ പറയുന്നതാണ്. യായിറോസ് ഹല്ലേലൂയ തൻ്റെ പാരമ്പര്യം നോക്കാതെ, തൻ്റെ സാഹചര്യം നോക്കാതെ, തൻ്റെ പ്രമാണിത്വം നോക്കാതെ, പട്ടണത്തെ നോക്കാതെ യേശുവിൻ്റെ കാൽക്കൽ വന്ന് വീഴുകയാണ്. കാൽക്കൽ വന്ന് താൻ അപേക്ഷിച്ച വിഷയത്തിനകത്ത് അപേക്ഷയിൽ ഉപേക്ഷിക്കാത്തവൻ തൻ്റെ കൂടെ പറയുന്ന പദം ശ്രദ്ധിക്കണമേ. താൻ പ്രാർത്ഥനയിൽ യേശുവുമായി തൻ്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ആൾ വന്ന് പറയുകയാണ്, എല്ലാം അവസാനിച്ചു കഴിഞ്ഞു, എല്ലാം തീർന്നു കഴിഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് ഒരുമിച്ചൊന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ യേശു കർത്താവ് യായിറോസിനോട് പറയുകയാണ്. 36-ാമത്തെ വാക്യം, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 36-ാമത്തെ വാക്യം. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കേ, യേശു കർത്താവ് ഇതാ പള്ളിപ്രമാണിയോട് പറയുകയാണ്, അല്ലെങ്കിൽ യായിറോസിനോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവസാനിച്ചെന്ന് പറയുന്ന ഒത്തിരി വിഷയങ്ങളില്ലേ, തീർന്നെന്ന് പറയുന്ന ഒത്തിരി വിഷയങ്ങളില്ലേ, ഇതാ 4-ാമത്തെ തലം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ തീർന്ന ചില മേഖലകളിൽ, അവസാനിച്ച ചില മേഖലകളിൽ ഇന്ന് വലിയ വഴികൾ തുറക്കാൻ പോവുകയാണ്. വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ, ഒഴിഞ്ഞ പടകിനെ നിറച്ച, മരിച്ച ലാസറിനെ നാറ്റം വെച്ചവനെ 4-ാമത്തെ ദിവസം വിളിച്ച് അത്ഭുതത്തോടെ പുറത്തു കൊണ്ടുവന്നവൻ നിന്റെ ജീവിതത്തിനകത്തും അവസാനിച്ചെന്ന് പറയുന്ന ചിലത് ഈ പ്രഭാതത്തിൽ വിളിച്ചു പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവർ, ഈ 4 തലങ്ങൾ നമ്മൾ തൊടുമ്പോൾ യേശു കർത്താവ് എന്നോട് നിങ്ങളോടും പറയുകയാണ്, ആത്മാവിൽ നിറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ ജീവിക്കാൻ പറ്റുമെങ്കിൽ യേശു ചെയ്തതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും. ഇന്ന് എന്നെ കേൾക്കുന്നവരെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം, പരിശുദ്ധാത്മാവാണ് നമ്മെ നിത്യത വരെ മുദ്രയിട്ടിരിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് നമ്മെ വഴി നടത്തുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വാക്യത്തെ നമ്മൾ ചേർന്ന് വായിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം. വലിയ വാതിൽ തുറക്കാൻ പോകും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്ത പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലുതും അവൻ ചെയ്യും. ഈ വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ തന്നെ റോമാലേഖനം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം പറയാണ്, വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ. എന്നെ കേൾക്കുന്നവരെ, ഓരോ വ്യക്തികളുടെ മേളിലും വിശ്വാസത്തിൻ്റെ അളവിന് വ്യത്യാസമുണ്ട്. ഞാൻ നിങ്ങളും വായിച്ചു കേട്ട 4 വ്യക്തിത്വങ്ങളെ കുറിച്ച് കേട്ടു. ഈ പ്രഭാതത്തിൽ അധികം വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മലയെ നിങ്ങൾക്ക് നീക്കുവാൻ കഴിയും. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന കാട്ടത്തിയോട് കടലിൽ പോയി ചാടുവാൻ പറഞ്ഞാൽ സംഭവിക്കും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് അസാധ്യമെന്ന് പറഞ്ഞ് മുമ്പോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് മലകളെ നീക്കുന്ന ഒരു വിശ്വാസം ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ തരുവാൻ പോവുകയാണ്. ഞാൻ ചെയ്ത പ്രവൃത്തികളെക്കാൾ
വലിയത് നിങ്ങൾ ചെയ്യുമെന്ന് പറയുമ്പോൾ വിശ്വാസത്തിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറയണം, ഇതുവരെയും നടക്കാത്തൊരു ഭയങ്കര ദൈവപ്രവൃത്തി എൻ്റെ ലൈഫിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. നിൻ്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും തടഞ്ഞു നിന്ന, ഇതുവരെയും തുറക്കത്തിൽ എന്ന് പറഞ്ഞ അസാധാരണമായത് എന്തോ ഒന്ന് ഈ മിനിറ്റിൽ ദൈവം ചെയ്യാൻ പോവുകയാണ്. കാരണം നീ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. ആ ഉയർപ്പിൻ്റെ ശക്തിയിൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ കല്ലുകൾ ഉരുണ്ട് നീങ്ങാൻ പോവുകയാണ്. ആ തടസ്സങ്ങൾ പൊട്ടിമാറാൻ പോവുകയാണ്. വിശ്വാസത്തിൻ്റെ അളവ് വർദ്ധിക്കട്ടെ. അല്ലെങ്കിൽ ദ മെഷർ ഓഫ് ഫെയ്ത്ത് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അളവുകൾക്ക് വ്യത്യാസമുണ്ടാകട്ടെ. ഈ പ്രഭാതം മുതൽ ഒരു ഉയർന്ന തലത്തിലേക്ക് നിങ്ങൾ കാൽവയ്ക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വലിയ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം തരാൻ പോവുകയാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാം, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം മുതൽ ഇവർ വിശ്വാസത്തിൻ്റെ അളവ് വലിയ ഉയർന്ന തലത്തിലേക്ക് വരട്ടെ. കർത്താവേ, ഇവർ കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയത്തിലേക്ക്, ഇവർ ദൈവത്തിൻ്റെ മഹത്വം കണ്ടവരായി തീരുവാൻ, ഇവർ ചരിത്രത്തെ തിരിച്ചവരായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ്, നിങ്ങൾ കടന്നു വരണം. ഹല്ലേലൂയ. എങ്കിൽ അടുത്ത ദിവസം കാണും വരെ വലിയവനായ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.